2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഏറെ നിർണായകമായ ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, MP ഹൈബി ഈഡൻ, അങ്കമാലി MLA റോജി M ജോൺ, ആലുവ MLA അൻവർ സാദത്ത് എന്നിങ്ങനെ കരുത്തുറ്റ ഒരുപടി കോൺഗ്രസ് നേതാക്കളെ പാർട്ടിക്ക് സംഭാവന ചെയ്തിട്ടുള്ള ജില്ല കൂടിയാണ് എറണാകുളം. ഒരു പരിധിവരെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിന് സമാനമാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ കരുത്തും സംഘടനാ സംവിധാനവും. എന്നാൽ 2021 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടിയേറ്റ ഒരു ജില്ല കൂടിയാണ് എറണാകുളം. ആകെയുള്ള 14 സീറ്റുകളിൽ 9 കോൺഗ്രസ് വിജയിച്ചു കയറിയപ്പോൾ 5 വിജയിക്കുവാൻ LDFന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 2021 തെരഞ്ഞെടുപ്പ് കണക്കുകൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും തിരിച്ചടിയായത് നിരവധി മണ്ഡലങ്ങളിൽ അവരുടെ പരാജയം ഉറപ്പിച്ചതും നിരവധി മണ്ഡലങ്ങളിൽ അവരുടെ വിജയത്തിന് തിളക്കം കുറച്ചതും 2020 അസംബ്ലി തെരഞ്ഞെടുപ്പ് രംഗത്തെ സാന്നിധ്യമായിരുന്നു എന്ന് വേണമെങ്കിലും പറഞ്ഞു വെക്കാം. കൃത്യമായി പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിൽ 8 2020 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. അതായത് കുന്നത്തുനാട്, പെരുമ്പാവൂർ, കൊച്ചി, മൂവാറ്റുപുഴ, കോതമംഗലം, തൃക്കാക്കര, വൈപ്പിൻ, എറണാകുളം മണ്ഡലങ്ങളിലായിരുന്നു 2020 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുണ്ടായിരുന്നത്. ഇതിൽ തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നാണ് 2020 സ്ഥാനാർത്ഥി ഏറ്റവും അധികം വോട്ട് പിടിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും 42,000-ലധികം വോട്ടുകളാണ് കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് 2020 സമാഹരിച്ചെടുത്തത്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയ VP സജീന്ദ്രൻ ഇപ്പോൾ MLA ആയിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീനിജനോട് കേവലം 2,715 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ 2020 സാന്നിധ്യമാണ് കോൺഗ്രസിന്റെ പരാജയം ഈ മണ്ഡലത്തിൽ ഉറപ്പാക്കിയത് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് കോതമംഗലം മണ്ഡലത്തിൽ 2020 സാന്നിധ്യം കോൺഗ്രസിന്റെ പരാജയം ഉറപ്പുവരുത്തിയത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ഷിബു തെക്കുംപുറം സിറ്റിംഗ് MLA ആയ CPM നേതാവ് ആന്റണി ജോണിനോട് 6,600ഓളം വോട്ടുകൾക്ക് ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് PJ ജോസഫിന്റെ മകളുടെ ഭർത്താവായ ഡോക്ടർ ജോ ജോസഫ് 7,900-ലധികം വോട്ടുകളാണ് സമാഹരിച്ചിട്ടുള്ളത്. സമാനമായി ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചു കയറുന്ന വൈപ്പിൻ മണ്ഡലത്തിൽ കേവലം 8,000-ലധികം വോട്ടുകൾക്കാണ് CPM 2021 വിജയിച്ചു കയറിയത്. ഈ മണ്ഡലത്തിൽ 16,707 വോട്ടുകളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സമാഹരിച്ചിട്ടുള്ളത്. അതുപോലെ 2016-ലും 2021-ലും CPM സ്ഥാനാർത്ഥിയായ KJ മാക്സി കൊച്ചിയിൽ നിന്ന് വിജയിക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 14,000-ഓളം വോട്ടുകളായിരുന്നു. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവും കൊച്ചിയുടെ മുൻ മേയറുമായ ടോണി ചമ്മിണിയെയാണ് KJ മാക്സി പരാജയപ്പെടുത്തിയത്. ഈ മണ്ഡലത്തിൽ 19,676 വോട്ടുകളാണ് 2020 സ്ഥാനാർത്ഥി സമാഹരിച്ചത്. അങ്ങനെ കുന്നത്തുനാട്ടിലും കോതമംഗലത്തും കൊച്ചിയിലും വൈപ്പിനിലും UDFന്റെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് 2020 സാന്നിധ്യമായിരുന്നു. മറ്റൊരു രീതിയിൽ വിലയിരുത്തിയാൽ ഇടതുപക്ഷം വിജയിച്ച 5 മണ്ഡലങ്ങളിൽ 4 ആകെയുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ വലിയ രീതിയിൽ വോട്ട് 2020 സമാഹരിച്ചിരുന്നു. അതുപോലെ തന്നെ UDF വിജയിച്ചു കയറിയ മണ്ഡലങ്ങളിൽ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുവാനും 2020 സാധിച്ചിരുന്നു. ഉദാഹരണമായി 2,899 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയ കോൺഗ്രസ് നേതാവ് എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ അവിടെ 2020 സമാഹരിച്ചിട്ടുള്ളത് 20,000-ലധികം വോട്ടുകളാണ്. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ 6,909 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ 2020 സ്ഥാനാർത്ഥി 14,000-ഓളം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിന്ന് സമാഹരിച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ 2020-യുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ 2020-യുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാൽ എറണാകുളം ജില്ലയിലെ 14-ൽ 14 സീറ്റുകളും പിടിച്ചെടുക്കുവാൻ UDFന് സഹായകരമായ അന്തരീക്ഷം ഒരുങ്ങുമെന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി തന്നെ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തന്റെ ജില്ലയായ എറണാകുളത്തെ 14-ൽ 14 സീറ്റുകളും ഇത്തവണ UDF നേടിയെടുക്കുമെന്ന്. കൃത്യമായ ചില കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ഒരു പരസ്യ പ്രഖ്യാപനത്തിന് മുതിർന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020-യുമായി സഖ്യത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരിട്ട് തുറന്നിരിക്കുന്നത്. സാബു M ജേക്കബും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഇക്കാര്യത്തിൽ അനൗപചാരിക ചർച്ചകൾ പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2020-ക്ക് 2025-ൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ആവർത്തിക്കാനായാൽ UDF 2020-ക്ക് എറണാകുളം ജില്ലയിൽ 2 സീറ്റുകളാണ് നിയമസഭയിലേക്ക് വാഗ്ദാനം ചെയ്യുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 42,000-ലധികം വോട്ടുകൾ സമാഹരിച്ച കുന്നത്തുനാട് മണ്ഡലമാണ് ഇതിൽ ഒന്നാമതായി വാഗ്ദാനം ചെയ്യുന്ന മണ്ഡലമെങ്കിൽ രണ്ടാമതായി 2020 UDF വാഗ്ദാനം ചെയ്യുന്നത് പെരുമ്പാവൂർ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഇപ്പോൾ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി ഒരു വിവാദ നായകനായി പരിണമിച്ചിരിക്കുകയാണ്. നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ എൽദോസ് കുന്നപ്പള്ളി സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലാകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനാൽ തന്നെ എൽദോസ് കുന്നപ്പള്ളി 2026 മത്സര രംഗത്തിറങ്ങിയ പെരുമ്പാവൂർ മണ്ഡലത്തിൽ UDFന്റെ സാധ്യതകൾക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ 2020 രണ്ടാമതായി ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ച 20,000-ലധികം വോട്ടുകൾ 2021 നേടിയെടുത്ത പെരുമ്പാവൂർ മണ്ഡലം അവർക്ക് വിട്ടു നൽകിക്കൊണ്ട് ജില്ലയിലെ 2 സീറ്റുകൾ 2020 വിട്ടു നൽകി 14-ൽ 14 സീറ്റുകളും വിജയിക്കാമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2020യെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പ്രധാനമായും CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും കുന്നത്തുനാട് MLA ആയ PV ശ്രീനിജനുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും PV ശ്രീനിജനുമായും സാബു ജേക്കബ് നിരന്തരമായി വാക്പോരുകളിൽ ഏർപ്പെടാറുണ്ട്. സാബു ജേക്കബിനെ നിരവധി ക്രിമിനൽ കേസുകളിൽ പെടുത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടെ PV ശ്രീനിജൻ നടത്തിയ പ്രവർത്തനങ്ങളാണെന്നും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ CPM-നേക്കാൾ വലിയൊരു ശത്രു 2020-ക്കില്ല. 2021 മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസുമായിട്ടായിരുന്നു 2020യുടെ യുദ്ധങ്ങൾ അത്രയും. അന്ന് കുന്നത്തുനാട് MLA ആയിരുന്ന VP സജീന്ദ്രനും ഇപ്പോൾ ചാലക്കുടിയുടെ MP ആയ ബെന്നി ബെഹനാനെ പോലെ കരുത്തനായ നേതാക്കൾക്കുമെതിരെ സാബു ജേക്കബ് നിരന്തരം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അന്ന് 2020-ക്കെതിരെ കർശന നിലപാടുമായി രംഗത്തെത്തിയവരിൽ പ്രമുഖൻ തൃക്കാക്കരയുടെ മുൻ MLA ആയിരുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവ് PT തോമസും അന്നും ഇന്നും ചാലക്കുടിയുടെ MP ആയ ബെന്നി ബെഹനാനും കുന്നത്തുനാടിനെ 3-ലധികം തവണ നിയമസഭയിൽ പ്രതിനിധീകരിച്ച കോൺഗ്രസ് നേതാവും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ VP സജീന്ദ്രനുമൊക്കെയായി. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ പരാജയം ഉറപ്പുവരുത്തിയാൽ ഇടതുപക്ഷം തങ്ങൾക്ക് അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് 2021 8 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത്. എന്നാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി P രാജീവും 2020യുടെ ആസ്ഥാനമായ കിഴക്കമ്പലം സ്ഥിതി ചെയ്യുന്ന കുന്നത്തുനാട് മണ്ഡലത്തിലെ MLA ആയ ശ്രീനിജനുമെല്ലാം വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി സാബു ജേക്കബിനെ വേട്ടയാടുന്നതാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ച. അതിനാൽ തന്നെ ഇടതുപക്ഷത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ അവരെ സമ്പൂജിതരാക്കുവാനുള്ള VD സതീശന്റെ നീക്കങ്ങൾക്ക് സാബു ജേക്കബ് പിന്തുണ നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഈ ഘട്ടത്തിൽ ആർക്കും ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ സംഭവിച്ചാൽ 2026 പൊതു തെരഞ്ഞെടുപ്പിൽ 2020യും UDFും തമ്മിൽ സഖ്യത്തിലേർപ്പെട്ട് മത്സരിച്ചാൽ എറണാകുളം ജില്ലയിലെ 14-ൽ 14 സീറ്റുകളും UDF വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിലയിരുത്തലുകൾ. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.